കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെട്ട നദിയാണ് പാമ്പാർ. അതുകൊണ്ടുതന്നെ ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കാവേരി മാനേജ്മെന്റിന്റെയും തമിഴ്നാടിന്റെയും അനുമതി വാങ്ങണം എന്നാണ് കാവേരി നദീജല തർക്ക പരിഹാര ട്രിബ്യൂണലിന്റെ ഉത്തരവ്. ഇത് ചൂണ്ടിക്കാണിച്ചാണ് കേരളം പട്ടിശ്ശേരിയിൽ പുതുക്കി പണിയുന്ന ഡാമിന്റെ പ്രവർത്തനം തടയാൻ തമിഴ്നാട് ശ്രമിക്കുന്നത്. ഇതിനെതിരെ തമിഴ്നാട്ടിൽ വൻ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. എന്നാൽ പട്ടിശ്ശേരി ഡാമും പാമ്പാറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറയൂരിലെ തലയാറു നിന്നും ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന പാമ്പാർ കാന്തല്ലൂർ പഞ്ചായത്തിലെ കോവിൽക്കടവ് വഴി തമിഴ്നാട്ടിലെ അമരാവതി നദിയിലെത്തുകയാണ്. എന്നാൽ പാമ്പാർ നദിയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള ചെങ്കാറിലാണ് പട്ടിശ്ശേരി ഡാം. ഈ ഡാമിലേക്ക് പുഴകൾ ഒന്നും തന്നെ വന്നുചേരുന്നില്ല. ചുറ്റുമുള്ള വേട്ടക്കാരൻ, കോവിൽ എന്നീ മലകളിൽ നിന്നുമുള്ള നീർച്ചാലുകളും ഉറവുകളുമാണ് പട്ടിശ്ശേരി ഡാമിന്റെ ജലസ്രോതസ്സുകൾ. 1937 നിർമ്മിച്ച തടയണയാണ് കാർഷിക ആവശ്യങ്ങൾക്കായി 26 കോടി രൂപ മുടക്കി സർക്കാർ നിർമ്മിക്കുന്നത്. 23 മീറ്റർ ഉയരത്തിലാണ് പുതിയ ഡാം നിർമ്മിക്കുന്നത്. എന്നാൽ പട്ടിശ്ശേരിയിൽ ഡാം വരുന്നതോടെ പാമ്പാറിൽ നിന്നുള്ള ജലത്തിന്റെ അളവ് കുറയും എന്ന വാദം ഉയർത്തി MDMK, PMK എന്നീ പാർട്ടികൾ തമിഴ്നാട്ടിൽ സമരത്തിലാണ്. മുമ്പ് പാമ്പാറിലെ കോവിൽക്കടവിൽ കേരളം സ്ഥാപിക്കാൻ ശ്രമിച്ച ചെറുകിട ജലവൈദ്യുതി പദ്ധതി തമിഴ്നാടിന്റെ എതിർപ്പിനെ തുടർന്ന് നിർത്തിവച്ചിരുന്നു. ബിജു തറയിൽ, മീഡിയ 1, ഇടുക്കി.